ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായി സുവിശേഷ പ്രസംഗത്തിനായി ഇവിടെ വായിപ്പിക്കുന്നു. ദൈവവചനം വായിക്കുവാൻ ദൈവദാസന്മാരിവിടെ നിയുക്തരായിട്ടുണ്ട്. അവർ വായിക്കും. എങ്കിലും ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർക്ക് പ്രാർത്ഥനാപൂർവം ആ വാക്യം എടുക്കാം. ഈ പുസ്തക പ്രകാശനത്തിന് സഹകരിച്ച ദൈവദാസന്മാരോട് നന്ദി പറയുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഒന്നുകൂടെ വായിച്ചാട്ടെ ദേവദാസനെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആമേൻ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനങ്ങളെ ഗ്രഹിക്കുവാനുള്ള വിവേകവും പരിശുദ്ധാത്മ ശക്തിയും ഞങ്ങൾക്ക് തരണമേ. ഇത് വ്യാഖ്യാനിപ്പാനും പ്രസംഗിപ്പാനുമുള്ള കൃപ തരണമേ. വചനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകൾ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി എഴുതിയ ഒരു കൊച്ചു ലേഖനത്തിൽ നിന്ന് പ്രത്യാശ നിർഭരമായ ഒരു വചനമാണ് ഇവിടെ വായിച്ചത്. ജയിലിൽ കിടക്കുമ്പോഴും തനിക്ക് തൻ്റെ പൗരത്വത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഒരു അമേരിക്കൻ പൗരനെ മറ്റൊരു രാജ്യത്ത് തടവിൽ വെച്ചാൽ അമേരിക്ക അതിൽ ഇടപെടും. പൗലോസിനെ ഇതിനു മുമ്പ് തടവിലിട്ടപ്പോൾ തൻ്റെ രാജ്യം, അതായത് സ്വർഗം, അതിലിടപെട്ട ചരിത്രമുണ്ട്. ജയിലിന്റെ അടിത്തറ പോലും ഇളകിയ കഥ തനിക്കും ഫിലിപ്പിയിലെ വിശ്വാസികൾക്കും ഓർമ്മയുള്ളതാണ്. എന്നാൽ എല്ലായ്പ്പോഴും സ്വർഗം അങ്ങനെ ഇടപെടുന്നില്ല. താൻ സ്വർഗം വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. താൻ സ്വർഗത്തെ വളരെ അർത്ഥവത്തായി കണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ സ്വർഗമായിരുന്നു. ഈ ഭൂമിയിൽ 10-100 കൊല്ലം ജീവിക്കുന്ന ആ ജീവിതത്തിനു വേണ്ടി ആയിരുന്നില്ല തൻ്റെ പ്രഭാഷണങ്ങൾ. തൻ്റെ എഴുത്തുകളും തൻ്റെ പ്രഭാഷണങ്ങളും തൻ്റെ ജീവിതവും ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അത് ഒരു ഊഹമല്ല, വളരെ വ്യക്തമായിരുന്നു. നമ്മൾ ഈ 1-2 കൊല്ലമായിട്ട് ചാനലുകളിൽ കൂടുതൽ സമയം കാണപ്പെടുന്ന കാര്യങ്ങൾ വെറും തമാശകളാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ചിരി ഗുളിക, രസഗുള, കോമഡി, ഇങ്ങനെ വിവിധ പേരുകളിൽ വാർത്ത കാണാനിരിക്കുന്നവർക്ക് ഇതും കൂടെ കിട്ടും സൗജന്യമായിട്ട്. പക്ഷെ ഇതിനകത്ത് മനുഷ്യന്റെ ഒരു തകർച്ച കാണാം.
അതെന്താന്ന് ചോദിച്ചാൽ വില കുറഞ്ഞ കാര്യങ്ങൾ, നൈമിഷികമായ കാര്യങ്ങൾ, അതാണ് ചർച്ച ചെയ്യുന്നത്. അതിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. ഇനിയും സിനിമയാകട്ടെ, നാടകങ്ങളാവട്ടെ, മിക്കവാറും സംഭവങ്ങൾ, സാധനങ്ങളൊക്കെ താൽക്കാലികങ്ങളായ ചിന്തയാണ് മനുഷ്യർക്ക് നൽകുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലന്റെ എഴുത്തുകൾ നമ്മെ ദൂരേക്ക് നോക്കുക പ്രേരിപ്പിക്കും. 10 കൊല്ലം അപ്പുറത്തേക്കല്ല, 100 കൊല്ലം അപ്പുറത്തേക്കുമല്ല, ഒരു നിത്യത നമ്മുടെ കണ്ണിനകത്ത് തരുന്ന പുസ്തകമാണ് ബൈബിൾ. നമ്മുടെ പൗരത്വമോ എന്ന് പറയുമ്പോ അതിനകത്തൊരു ശക്തിയില്ലേ, അതിനകത്തൊരു വ്യക്തതയില്ലേ, അതിനകത്തൊരു ആധികാരികതയില്ലേ. 3 ചിന്തകൾ, സിമ്പിൾ തോട്ട്സ്, ലളിതമായ 3 ചിന്തകൾ ആദ്യമേ പറയാം. ഒന്ന്, പൗരത്വം എന്ന വാക്ക് തന്നെ ഒരു രാജ്യം നമ്മുടെ മുമ്പിൽ കൊണ്ടിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പൗരത്വം ഉണ്ടെന്ന് പറയത്തില്ല. എന്നാൽ ഒരു പൗരത്വം എന്ന വാക്ക് വരുമ്പോൾ ഒരു രാജ്യത്വം, ഒരു രാജ്യം എന്ന ചിന്ത വരുന്നു. പൗരത്വം എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ തരുന്ന ചിന്ത സ്വർഗം ഒരു രാജ്യമാണ്. അതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, ആ രാജ്യത്ത് ഈ രാജ്യക്കാർക്ക് പൗരത്വം കൊടുക്കുന്നുണ്ട്. സ്തോത്രം. 3, എല്ലാവർക്കും ഇല്ലതാണ്. 3 ചിന്ത, ഒരുപാടൊന്നും തലപകയാതെ കിട്ടുന്ന 3 ചിന്തയാണ്. എല്ലാവർക്കും ഇല്ല. കാരണം നമ്മുടെ പൗരത്വമോ എന്ന് പറഞ്ഞാൽ അതിന് മോളിൽ പറഞ്ഞവരുടെ ഇല്ല. വായിച്ച് കേൾപ്പിക്കാം അല്പം കഴിയുമ്പോൾ. ഓക്കെ. അപ്പോ സ്വർഗം ഒരു രാജ്യമാണെന്ന ചിന്ത നമുക്ക് തരുന്നു. സ്വർഗം ഒരു ഭാവനയല്ല, സ്വർഗം ഒരു സ്വപ്നമല്ല, ഒരു കഥയല്ല, പിള്ളേര് കരയുമ്പം പറയുന്ന അമ്മൂമ്മ കഥകളിൽ പെട്ടതല്ലിത്. പിള്ളേരെ കളിപ്പിക്കാനും അനുസരിപ്പിക്കാനും വേണ്ടി അമ്മൂമ്മ കഥകൾ പറയുമല്ലോ, അതിലെ ഒരു സ്ഥലം അല്ല സ്വർഗം. അല്ല. ദൈവിക കാര്യങ്ങളിൽ ഒരുപാട് കഥകളുണ്ട്, അതൊന്നും അല്ല ഇത്. പൗരത്വം എന്ന വാക്ക് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി ആ രാജ്യത്തെ കാണാം. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ സ്വർഗം സന്ദർശിച്ചവനാണ്. 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വലിപ്പം ഭയങ്കരമാണ്. വലിപ്പം എന്ന് ഞാൻ ഉദ്ദേശിച്ച് ശാരീരിക വലിപ്പം അല്ല, പുള്ളി ചെറിയ മനുഷ്യനായിരുന്നു നാം പറയുന്നത്. അദ്ദേഹത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് 3ാം സ്വർഗത്തിൽ പോയിട്ട് വന്നിട്ട് ആരോടും മിണ്ടിയില്ല. എന്താ മിണ്ടാതെ പറയാൻ ദൈവം പറഞ്ഞില്ല, സുവിശേഷം പറയാനേ പറഞ്ഞുള്ളൂ. അതാ സ്വപ്നം പറയാൻ പറഞ്ഞിട്ടില്ല. ഇത് സുവിശേഷം പറയാതെ സ്വപ്നം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ തിരുത്തണം. നീ കണ്ട സ്വപ്നം ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല, വേറൊരാൾ കാണണമെന്നും നിർബന്ധമില്ല. എന്നാൽ ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതാ പറയണ്ട. നമുക്കങ്ങനെ പല അനുഭവങ്ങൾ കാണും, പക്ഷെ അതൊന്നും ആധികാരികമായിരിക്കണമെന്നില്ല. പൗലോസ് 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് സത്യമാണ്, പക്ഷെ അതിനെക്കുറിച്ച് വലിയ വിശദീകരണം അദ്ദേഹം പറഞ്ഞില്ല. ദീർഘകാലം അത് സൂക്ഷിച്ചു വെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ സ്വർഗം അദ്ദേഹത്തിന് ഒരു വ്യക്തമായ രാജ്യമായി. രണ്ടാമത്തെ കാര്യം, മനുഷ്യർക്ക് അവിടെ പൗരത്വം കിട്ടും. നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പൗരത്വം കിട്ടുകയില്ല, ദുബായിലും കിട്ടുകയില്ല, കുവൈറ്റ് കിട്ടുകയില്ല, മസ്കറ്റ് കിട്ടുകയില്ല, ഖത്തർ കിട്ടുകയില്ല, അമേരിക്ക കിട്ടും,
എളുപ്പമല്ല, ഇച്ചിരി കഷ്ടപ്പാടാണ്. ഇംഗ്ലണ്ടിലും കിട്ടും, ആസ്ട്രേലിയയിലും കിട്ടും, അങ്ങനെ ചിലയിടത്തൊക്കെ കിട്ടും. പക്ഷെ അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കണം. അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ച് അവരാവശ്യപ്പെടുന്ന പേപ്പറുകളെല്ലാം കൊടുത്താൽ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടും. അമേരിക്കൻ പൗരത്വത്തിന് ചോദിക്കുന്ന ഡിമാൻഡുകളൊന്നും സ്വർഗം നിങ്ങളോട് ചോദിക്കുന്നില്ല. ആസ്ട്രേലിയൻ പൗരത്വത്തിന് ചോദിക്കുന്ന പേപ്പറൊന്നും സ്വർഗം നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇംഗ്ലണ്ടിലെ പൗരത്വത്തിന് ചോദിക്കുന്ന പേപ്പറുകളൊന്നും സ്വർഗം നിങ്ങളോട് ചോദിക്കുന്നില്ല. വളരെ സിമ്പിളാണ്. സ്വർഗത്തിൽ പൗരത്വം കൊടുക്കുന്നുണ്ട്. എക്സ്പ്രസ് എൻട്രി എന്നൊരു വാക്ക് ഈയിടെ പത്രത്തിൽ വരുന്നുണ്ട്. കാനഡയിലേക്ക് എക്സ്പ്രസ് എൻട്രി. 2000 കൊല്ലമായി സ്വർഗം ഒരു എക്സ്പ്രസ് എൻട്രി തുടങ്ങിയിട്ടിരിക്കുക. ലോകം മുഴുവൻ നടന്ന അതിവേഗം ബഹുദൂരം സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ പൗരത്വം കൊടുക്കുന്നു. 3000 പേർക്കൊക്കെ ഒറ്റ അടിക്ക് കൊടുക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ട്? അപ്പോസ്തല പ്രവൃത്തിയിൽ അതാണ് ആദ്യ ഉദ്ഘാടനം. അതൊക്കെ പോയി ഇപ്പൊ 10,000 കണക്കിന് പേർക്ക് കൊടുക്കുക. പെട്ടെന്ന് ക്ലോസ് ചെയ്തു എന്നൊരു വാർത്ത വന്നാൽ പിന്നെ ദുഃഖിക്കുന്നു. ക്ലോസ് ചെയ്തു. പഴയ നിയമത്തിൽ ഒരു പെട്ടകമുണ്ട്. വാതിൽ അടച്ചു എന്ന് പറഞ്ഞാൽ അടച്ചതാണ്. പിന്നെ തുറക്കാൻ നോഹയ്ക്ക് പോലും അധികാരമില്ല. ഇന്ന് പൗരത്വം ലളിതമായ നിലയിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലോസ് ചെയ്തു എന്നൊരു വാർത്ത വന്നാൽ പിന്നെ നിങ്ങൾ കയ്യിൽ കാലും ഇട്ടടിച്ചാലും നിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. ജാതിയോ മതമോ നിറമോ ധനമോ നോക്കാതെ സ്വർഗരാജ്യത്തിൽ പൗരത്വം കൊടുക്കുന്നുണ്ട്. അറിഞ്ഞില്ലെങ്കിൽ അറിയണം. നെല്ലിക്കുന്ന് നടക്കുന്ന കൺവെൻഷനിൽ എത്രയോ കൊല്ലമായി ഇത് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഇത് ഇന്ന് രാത്രിയിൽ ഇവിടെ വിളംബരം ചെയ്യട്ടെ. ഇന്നും ആ ഡോറ് ഓപ്പൺ ആണ്. എക്സ്പ്രസ് എൻട്രി ആണ്. വേഗത്തിൽ ആളുകളെ പ്രവേശിപ്പിക്കുക. രാജപുത്രന്റെ കല്യാണ സദ്യയും ഒരു മനുഷ്യൻ നടത്തിയ മുത്താഴവും ഇതിനോട് ബന്ധിപ്പിച്ച് ചിന്തിക്കത്തക്കവണ്ണം പുതിയ നിയമത്തിലുണ്ട്. അവിടെ രാജപുത്രന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നേരത്തെ ചെയ്ത ശേഷം ക്ഷണിക്കുവാൻ ആളെ വിട്ടു. നേരത്തെ ക്ഷണിച്ചു. അത് കഴിഞ്ഞ് പോയിക്കൊണ്ടുവരാൻ പറഞ്ഞു. രാജാവ് ആളെ വിട്ടു. പക്ഷെ അവർ ഓരോരോ കാര്യം പറഞ്ഞ് ഒഴികഴിവ് പറഞ്ഞുപോയി. അതുകൊണ്ട് അവർക്ക് ആ വിരുന്നിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി ഈ പൗരത്വം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ പൗരത്വം ലഭിക്കും. ഇതാണ് ഈ വചനത്തിന്റെ ആദ്യത്തെ ചിന്ത. അതിനകത്ത് തന്നെ അടുത്ത ചിന്ത, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. അവിടെ നിന്ന്, സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് കാത്തിരിക്കുന്നു? യേശു തമ്പുരാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാത്തിരിക്കുന്നു. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പി. നിങ്ങളുടെ കർത്താവ് ഏത് നാഴികയ്ക്ക് വരുമെന്ന് അറിയാത്തത് കൊണ്ട് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പി. അങ്ങനെ വർഷങ്ങളായി അരുമനാഥന്റെ വരവ് നോക്കി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവിടെയുമുണ്ട്. പ്രാണപ്രിയൻ എപ്പോൾ വരും വാനമേഘത്തിൽ എന്ന് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മൽപ്രിയനെ, എന്നെ നായകനെ എപ്പോൾ വരും? കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു എന്നിങ്ങനെയുള്ള ഗാനങ്ങളെല്ലാം മണവാളന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന മണവാട്ടിയുടെ വാക്കുകൾ ആണ്. ഇന്ന് രാത്രിയിൽ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന, ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മാന്യരെ, യേശു ക്രിസ്തു മടങ്ങി വരും എന്ന കാര്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ഞങ്ങൾ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ.
ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിൽ സാക്ഷാൽ വരേണ്ടവൻ തന്നെ ആവർത്തിച്ചു പറയുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവിടെ നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തെ ആശ്വസിപ്പിക്കുവാൻ വന്ന മാലാഖമാർ പറഞ്ഞു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തിരികെ വരും. അതെ, മാലാഖമാർ വിളിച്ചു പറഞ്ഞു, അവൻ മടങ്ങി വരും. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇങ്ങനെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആധികാരികവും വ്യക്തവുമായി യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് യേശുവും ദൂതന്മാരും അപ്പോസ്തലന്മാരും അടിവരയിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ അല്പം വൈകിയാലോ, സഭയിൽ പിന്മാറ്റങ്ങൾ കണ്ടാലോ, അധപ്പതനങ്ങൾ കണ്ടാലോ, വചനം വിട്ട് ജീവിക്കുന്ന ചിലരെ കണ്ടാലോ, ഉപദേശം തെറ്റിച്ചു പറയുന്നവരോ ജീവിക്കുന്നവരോ ആയ ആളുകളെ കുറിച്ച് കേട്ടാലോ ആരും പതറരുത്, ആരും ഇളകരുത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു, വരുവാനുള്ളവൻ എന്ന് പറയാൻ എന്താ കാര്യം? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും, അത് ഞാൻ മനഃപൂർവ്വമാണ് അങ്ങനെ പറഞ്ഞത്. വരുവാനുള്ളവൻ ഒരാളെ ഉള്ളൂ, വരുമെന്ന് പറഞ്ഞ് ഒരാളെ ഉള്ളൂ. വേറെ ആരും പറഞ്ഞിട്ടില്ല, വേറെ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല, ആരും അത് പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് വരുവാനുള്ള ഒരുത്തനേ ഉള്ളൂ, അവന്റെ പേര് യേശു. അവൻ മടങ്ങി വരാൻ പോകുന്നു. അതിനെക്കുറിച്ചുള്ള ബൈബിളിന്റെ ഒടുവിലത്തെ വാണിംഗ്, മുന്നറിയിപ്പ് അല്പം കട്ടിയായിട്ടാണ്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. അത് കട്ടിയായി പോയി എന്ന് ഞാൻ പറഞ്ഞത്. അനീതി ചെയ്യുന്നവൻ അനീതി നിർത്തട്ടെ, അശുദ്ധൻ വിശുദ്ധിയിലോട്ട് വരട്ടെ എന്ന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞു. എന്നിട്ടും അശുദ്ധി നിർത്താത്തവരും അനീതിയിൽ തുടരുന്നവർക്കും ഇനി ഒറ്റ വാണിങ്ങേ ഉള്ളൂ. അവരുടെ അനീതി കണ്ട്, അവരുടെ അശുദ്ധി കണ്ട്, അവരുടെ കെട്ടഴിഞ്ഞ പോക്ക് കണ്ട് വിശുദ്ധനും കൂടെ ആ കൂടരുത്. അതാ ഒടുവിലത്തെ മുന്നറിയിപ്പ്. ഒന്നുകൂടെ പറയാം, അനീതി ചെയ്യുന്നവരും ഉഴപ്പുന്നവരും തന്ത്രങ്ങൾ കാണിക്കുന്നവരും വചനത്തെ കോട്ടിമാറ്റുന്നവരും കപടഭക്തി കാണിക്കുന്നവരും തോന്നിവാസം ജീവിക്കുന്നവരും ഭയമില്ലാതെ ജീവിക്കുന്നവരും ഇതിനിടെ കിടന്ന് വിരകുമ്പോൾ, ഇളകുമ്പോൾ, മറിയുമ്പോൾ വിശുദ്ധൻ ഭയപ്പെടരുത്, പതറരുത്, ഇളകരുത്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അനീതി ചെയ്യുന്നവൻ ചെയ്തോട്ടെ, അശുദ്ധിയിൽ തുടർന്നോട്ടെ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ എന്ന വാക്ക് എല്ലാ തർജ്ജമയിലും അങ്ങനെ എഴുതിയിരിക്കുക. YSKL സാർ അതിന് പറഞ്ഞ മറുപടി, അഴുക്കുള്ളവൻ അഴുക്കിനകത്ത് കിടന്ന് ശരിക്കും മെഴുകട്ടെന്ന്, അവൻ അതിനകത്ത് എൻജോയ് ചെയ്യട്ടെന്ന്. പാസ്റ്റർ TG ഉമ്മന്റെ വാക്കുണ്ട്. പന്നിക്കുട്ടിയെയും ആട്ടിൻകുട്ടിയെയും ഒരു മനുഷ്യനെ ഇണക്കി വളർത്തി, കുളിപ്പിച്ച്
കുട്ടിക്കൂറ പൗഡർ ഇടിയിപ്പിച്ച് ഈവനിങ് വോക്കിന് കൊണ്ടുപോയി. പോണ വഴിക്ക് പാടത്തിന്റെ സൈഡിൽ റോഡിൽ അല്പം ചെളി കണ്ടപ്പോൾ ആട്ടുംകുട്ടി സൈഡിലോട്ട് മാറി. അതിന്റെ കാലെ ചെളി പറ്റി, അത് കരയാൻ തുടങ്ങി. ഉടനെ ഉടമസ്ഥൻ തൂവാലയെടുത്ത് കാലെ പറ്റി ചെളി തുടച്ചപ്പോ ആട്ടുംകുട്ടി സന്തോഷം. ഇത് കണ്ടുകൊണ്ട് പന്നിക്കുട്ടി ചെളിയിലോട്ട് ഒറ്റ ചാട്ട് ചാടിയിട്ട് അവിടെ കിടന്ന് മറിയ. രണ്ടിനെയും കുളിപ്പിച്ചതാ, രണ്ടിനെയും പൗഡർ ഇടിപ്പിച്ചതാ, രണ്ടും ഒരാളുടെ കൂടെ നടന്നതാ. പക്ഷെ ചെളി കാണുമ്പം ചിലര് ചാടും, ചിലര് ഓടും. അവസരം കിട്ടുമ്പോ അറിയാം ആരുടെയൊക്കെ അകത്ത് എന്നൊക്കെ ഉണ്ടോ. അവസരം കിട്ടാത്തോണ്ടല്ലേ പാപം ചെയ്യാത്ത? അതോ കിട്ടിയിട്ട് ചെയ്യാത്തവരാണോ? അതാ വിശുദ്ധി. അവസരം കിട്ടാത്തത് കൊണ്ടല്ല, അവസരങ്ങളുടെ നടുവിൽ നിന്ന് ഓടുകയാണ് ജോസഫ്. അതുകൊണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന പുസ്തകത്തിന്റെ ഒടുവിൽ ഗൗരവമേറിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. അശുദ്ധനശുദ്ധി ചെയ്തോട്ടെ, അഴുക്കുള്ളവൻ അഴുക്കായിക്കോട്ടെ, പക്ഷെ വിശുദ്ധൻ ഒരു കാര്യം ചെയ്യണം, അത് കണ്ടോണ്ട് ഇളകരുത്. എന്താ കഴിഞ്ഞ കാര്യം? വിശുദ്ധനും കാലൊന്ന് ആടുന്ന സമയം വരും. കാരണം ഞാൻ എന്തിനാ ഇങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത്? അവരൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ ഇങ്ങനെ നിന്നിട്ടല്ലേ എനിക്ക് കഷ്ടകാലം, ഞാൻ ഇങ്ങനെ നിന്നിട്ടല്ലേ എനിക്ക് രോഗം, ഞാൻ ഇങ്ങനെ നിന്നിട്ടല്ലേ എനിക്ക് മാത്രം ഒരു വലിയ ഉയർച്ച ഒരാകാത്ത. അതുകൊണ്ട് ആ കൂടെ കൂടിയാൽ എന്നാ എന്ന തോന്നല് സ്വാഭാവികമായി വരാം. അതുകൊണ്ട് പറയുകയാണ് വിശുദ്ധൻ സൂക്ഷിക്കണം. നിന്റെ പ്രമാണത്തിന് വേണ്ടി അവസാനം വരെ നിൽക്കുക, നിന്റെ പോളിസിക്ക് വേണ്ടി അവസാനം വരെ നിൽക്കുക. നിന്റെ അകത്ത് കിട്ടിയ പ്രകാശം, നിന്റെ അകത്ത് കിട്ടിയ വെളിച്ചം, നിന്റെ മേൽ പകർന്ന അഭിഷേകം അവസാനത്തോളം പിടിച്ചുകൊള്ളുക. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണല്ലോ ഈ വാക്യം നിൽക്കുന്നത്. പൗരത്വമാണല്ലോ ഒന്നാമത്തേത്. കർത്താവ് വരുമ്പോൾ നാം രൂപാന്തരപ്പെടുമെന്ന് ഈ വാക്യം പറയുന്നു. അതിനു മുമ്പ് പൗരത്വം ഉണ്ടാകണം എന്ന് ഈ വാക്യം പറയുന്നു. അങ്ങനെയാണെങ്കിൽ 3 കാര്യങ്ങളാണ് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ വചനത്തോട് ബന്ധപ്പെട്ട് ഇന്ന് പറയാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ. ഒന്നാമത്തേത് പൗരത്വത്തോട് ബന്ധപ്പെട്ടതാണ്. പൗരത്വം ഇന്ന് ഇവിടെ അവിടെ പൗരത്വം എടുക്കണം, എന്നാലേ അവൻ വരുമ്പോ പോകാൻ പറ്റുമോ? ഇന്ന് അവിടെ ആർക്ക് പൗരത്വം ഉണ്ടോ അവര് മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പൗരത്വത്തിന് എന്നാ മാർഗം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 22:25 തന്നെ വാറുകൊണ്ട് കെട്ടുവാൻ പൗലോസ് അരികെ നിൽക്കുമ്പോൾ 22:25 തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. പൗലോസിനെ വാറുകൊണ്ട് കെട്ടുകയാണ്. അപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, റോമാ പൗരനും വിസ്താരം കഴിയാത്തവനായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് നിയമപ്രകാരം ശരിയാണോ? വായിച്ചോ. ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന് സഹസ്രാധിപനോട്, നീ എന്ത് ചെയ്യുവാൻ പോകുന്നു? ഈ മനുഷ്യൻ റോമാ പൗരനാകുന്നുവെന്ന് ബോധിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പേടിച്ചു. വായിച്ചു. സഹസ്രാധിപൻ വന്ന്, നീ റോമാ പൗരൻ തന്നെയോ എന്നോട് പറക എന്ന് ചോദിച്ചതിന് സഹസ്രാധിപൻ വന്ന് ചോദിച്ചു, സത്യം പറഞ്ഞു റോമാ പൗരനാണോ? അതെ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചുവെന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഞാൻ ഒരുപാട് കാശ് കൊടുത്താണ് റോമാ പൗരത്വം മേടിച്ചു. പൗലോസിന്റെ മറുപടി കേട്ടാട്ടെ. ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞു. ഞാൻ അങ്ങനെ ജനിച്ചതാണ്. ആ വാക്ക് ഒരടി.
വിലയ്ക്ക് മേടിച്ച പൗരത്വം വിലയുള്ളതല്ല. ജനിച്ച പൗരത്വമാണ് പൗരത്വം. സ്തോത്രം. അപ്പൊ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി പറയാം ഞാൻ അങ്ങനെ ജനിച്ചതാണ് എന്ന് പറയുമ്പോൾ ഒരുവിധം കാര്യം അറിയാവുന്നവർക്ക് കാര്യം മനസ്സിലാവും. ഞാനങ്ങനെ ജനിച്ചതാണ്. പക്ഷേ കാശ് കൊടുത്താലും കിട്ടുമായിരുന്നു. ഭയങ്കര വിലയാന്നോ. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, പൗരത്വം ജനനത്താലാ കിട്ടുന്നത്. ജനനത്താലാണ് പൗരത്വം കിട്ടുന്നത്. വില കൊടുത്ത് സമ്പാദിക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ അവർ പറയുന്ന നിയമങ്ങൾ പ്രകാരം നിന്നാൽ പൗരത്വം മേടിക്കാം. എന്നാൽ ജനിച്ച പൗരത്വത്തിന്റെ അത്രയും ക്വാളിറ്റി ഇല്ല. ഇനി സ്വർഗത്തിൽ വിലയ്ക്ക് മേടിക്കാൻ പറ്റുമോ? പറ്റുകയുമില്ല. അതാ വിഷയം. സ്വർഗത്തിലെ ഒരു സാധനം വിലയ്ക്ക് മേടിക്കാൻ ഒക്കുകയില്ല. സ്വർഗത്തിലെ ഒരു സാധനം വിലയ്ക്ക് മേടിക്കാൻ ഒക്കുകയില്ല. രക്ഷ വിലയ്ക്ക് മേടിക്കാൻ ഒക്കത്തില്ല. പരിശുദ്ധാത്മാഭിഷേകം വിലയ്ക്ക് മേടിക്കാൻ ഒക്കത്തില്ല. കൃപാവരങ്ങൾ വിലയ്ക്ക് മേടിക്കാൻ ഒക്കത്തില്ല. രോഗശാന്തി വിലയ്ക്ക് മേടിക്കാൻ ഒക്കത്തില്ല. ദൈവ സാന്നിധ്യം വിലയ്ക്ക് മേടിക്കാൻ ഒക്കത്തില്ല. ദൈവിക വെളിപ്പാടുകൾ വിലയ്ക്ക് മേടിക്കാൻ ഒക്കത്തില്ല. ദൈവകൃപ വിലയ്ക്ക് മേടിക്കാൻ ഒക്കത്തില്ല. പ്രാഗൽഭ്യം വിലയ്ക്ക് മേടിക്കാൻ ഒക്കത്തില്ല. പിന്നെ എന്തെങ്കിലും ചിലതൊക്കെ വില കൊടുത്ത് നമുക്ക് തട്ടിക്കൂട്ടാമായിരിക്കും. പൈസ കൊണ്ട് എന്തെങ്കിലും ചിലതൊക്കെ വേണമെങ്കിൽ തൽക്കാലത്തേക്ക് സംഘടിപ്പിക്കാമെന്നല്ലാതെ ദൈവസന്നിധിയിലെ ഒന്നും പണം കൊണ്ട് നേടാൻ പറ്റില്ല. ഇവിടെ ഞാൻ ഒരു ദൂത് പറയാതെ പോകാൻ പറ്റത്തില്ലല്ലോ. സഭയോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പണം കൊണ്ട് സമ്പാദിക്കാമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അബദ്ധം പറ്റി. സഭയോട് ബന്ധപ്പെട്ട് ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് യാതൊന്നും വിലയ്ക്ക് മേടിക്കാൻ ഒരുങ്ങരുത്. അത് തലമുറയ്ക്ക് ശാപമായി പോകും. അതിൽ കൂടുതൽ അത് വിവരിക്കുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരുത്തൻ കൃപാവരം വിലയ്ക്ക് മേടിക്കാൻ ചെന്നപ്പോൾ അവന് ശാപമാ കിട്ടിയത്. ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങാമെന്ന് നീ നിരൂപിച്ചില്ലേ? പണം നമ്മുടെ കയ്യിൽ വരുമ്പോൾ പലതും നമുക്ക് തോന്നും. പക്ഷേ അപകടമാണ്. ദൈവം നിനക്ക് തന്ന ധനം മറ്റൊന്നിനുമല്ലെന്ന് ഓർത്തോണം. ദൈവത്തിന് കൊടുക്കുന്നത് പോലും ഒരു ദൈവഭക്തൻ എഴുതിയ വാചകം അതുപോലെ ഞാനങ്ങ് പറയാം. നിങ്ങൾ ഭിക്ഷക്കാരന് പണം കൊടുക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ട്. നിങ്ങൾ വീടിന്റെ സ്റ്റെപ്പേ നിന്നോണ്ട്, ഫോർട്ടിക്കോയിൽ നിന്നോണ്ട് മിറ്റത്ത് നിൽക്കുന്നവന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. എന്നാൽ ദൈവത്തിന് കൊടുക്കുന്നത് താഴെ നിന്ന് മുകളിലേക്ക്. അപ്പൊ എറിഞ്ഞു കൊടുക്കരുത്. സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു വേണം. ദൈവത്തിനും ദൈവവേലയ്ക്കും വേണ്ടി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ തലക്കനം വെച്ച് കൊടുക്കരുത്. അഹങ്കാരത്തോടെ കൊടുക്കരുത്. വേണമെങ്കിൽ എടുക്കുക എന്നുള്ള മട്ടി കൊടുക്കരുത്. അങ്ങനെ വാങ്ങാനിരിക്കുന്നവനല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആർക്കെങ്കിലും ഒരു സാമ്പത്തിക നന്മ തന്നെങ്കിൽ, ഒരു ഉയർച്ച തന്നെങ്കിൽ, അല്പം വിശാലത തന്നെങ്കിൽ അത് സഭയെ കീഴടക്കാനല്ല, അത് സഭയെ വെല്ലുവിളിക്കാനല്ല, അത് അഭിഷിക്തന്മാരെ വിരട്ടാനുമല്ല. വിനയത്തോടും താഴ്മയോടും കൂടെ എനിക്കൊരു അവസരം തന്നല്ലോ എന്നോർത്ത് നിറ കണ്ണുകളോടുകൂടെ മാത്രമേ നിന്റെ ധനം ദൈവവേലയ്ക്ക് ഉപയോഗിക്കാവുള്ളൂ. ഇല്ല എങ്കിൽ അത് തന്നെ നമുക്ക് ശാപമായി തീരാൻ സാധ്യതയുണ്ട്. ദൈവം നിങ്ങൾക്ക് ധനം തന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ താഴ്മയുള്ളവരാകണം.
നിങ്ങൾ കൂടുതൽ ഉറക്ക ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ കഴിയുമെങ്കിൽ മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കണം. ദൈവസഭയിൽ ഒരിക്കലും പൊങ്ങച്ചം കാണിക്കാൻ തുനിയരുത്. ദൈവത്തിന്റെ ഒന്നും നിനക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തലമുറകളോട് ദൂത് പറയുന്നു. പണം ദൈവത്തെ പേടിപ്പിക്കാനുള്ളതല്ല. പണം ദൈവത്തെ വിലയ്ക്ക് മേടിക്കാനുള്ളതല്ല. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് രോഷം പൂണ്ടെഴുതുക, നിങ്ങൾ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു സഭയിൽ. ഒരിക്കലും അത് അനുവദനീയമല്ല. ലോകത്തിൽ എവിടെ ചെന്നാലും ധനത്തിന് വിലയുണ്ട്, ധനവാന് വിലയുണ്ട്. പക്ഷേ സ്വർഗത്തിൽ ഇല്ലെന്നോർക്കണം. ലോകത്തിൽ എവിടെ ചെന്നാലും, ആശുപത്രിയിൽ ചെന്നാലും, എയർപോർട്ടിൽ ചെന്നാലും, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും, പോളിംഗ് ബൂത്തിൽ ചെന്നാലും ധനത്തിന് വിലയുണ്ട്, ധനവാനും വിലയുണ്ട്. പക്ഷെ സ്വർഗത്തിൽ ഇല്ലെന്നോർക്കണം. സ്വർഗത്തിൽ ഇല്ലെന്നോർക്കണം. ലാസറിന്റെയും ധനവാന്റെയും സ്റ്റോറി മെശിയ തമ്പുരാൻ എന്തിനാ പറഞ്ഞേ? ധനവാന്റെ പടിപ്പരയ്ക്കൽ കിടന്ന ലാസർ അബ്രഹാമിന്റെ മടിയിലിരിക്കുമ്പോൾ ധനവാൻ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ചിത്രം യേശു തമ്പുരാൻ പറഞ്ഞത് എന്തിനാ? നമ്മുടെ കണ്ണു തുറക്കാനാ. അവന്റെ ധനം അവനെ വലിയവനാക്കിയത് ഈ മണ്ണിലാണ്. വിണ്ടിൽ അത് ചെലവാകത്തില്ലെന്ന് ഇന്ന് രാത്രി ഒന്നുകൂടെ കുറിച്ചിട്ടോ. ഒരുവന് സാമ്പത്തിക ഉയർച്ച ഉണ്ടെങ്കിൽ അവന്റെ ക്വാളിറ്റി പിന്നെ വിഷയമല്ല എന്ന് വന്നോ? അവന്റെ സ്വഭാവം പിന്നെ പ്രശ്നമല്ല എന്ന് ആയിട്ടുണ്ടോ? അവന് വേറൊരു ബൈബിളാണോ? അവന്റെ പ്രമാണം വ്യത്യാസമാണോ? അവന് കല്യാണം വരുമ്പോൾ എന്ത് വൃത്തികേട് കാണിക്കാമോ? പാടില്ല. നേരെ തിരിച്ചു വരട്ടെ, നേരെ തിരിച്ചു വരട്ടെ. അല്പം ഉയർച്ചയുള്ളവൻ ഏറ്റവും താഴ്മയോടെ കാണിക്കട്ടെ. അതാണ് മാതൃക. ജീസസ്, അതാണ് മാതൃക. ലോകത്തിൽ എവിടെയും എന്തിനേയും പേഴ്സ് കൊണ്ട് നമുക്ക് കയ്യിലാക്കാമെങ്കിൽ ദൈവത്തെയോ ദൈവിക കൃപകളെയോ നിനക്ക് മേടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ അടുക്കൽ കുഷ്ഠരോഗത്തിന് പ്രാർത്ഥിക്കാമെന്ന ധനവാൻ റോഡി വന്നപ്പോഴേ അഭിഷിക്തന്റെ കണ്ണു തുറന്നു. അവനോട് പറഞ്ഞു, നീ ആ അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് അവിടെ ഒരു പുഴയുണ്ട്, അവിടെ പോയി 7 പ്രാവശ്യം മങ്ങിച്ചു പോകും. അവന്റെ കാലിലെ പൊടി പോലും ഇവിടെ വീഴിക്കണ്ട. എന്താ അങ്ങനെയൊക്കെ ഇത്ര കട്ടിയില്ലേ? അത് ഇത് പറയാൻ മനസ്സിലാക്കാൻ എളുപ്പം. പക്ഷെ നമ്മുടെ വീട്ടിലോട്ടാ വരുന്നല്ലോ. അതാ വിഷയം. പറയുന്ന കാര്യം പ്രാക്ടിക്കൽ ആക്കാമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിനോട് ചോദിക്കുക. ആ പുള്ളി നമ്മുടെ വീട്ടിലോട്ടാ വരുന്നത്. അച്ഛാ വന്നിട്ട് എത്ര നാളായി കാണണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പോകും. നമ്മളൊക്കെ മനുഷ്യരല്ലേ? കാരണം പാഴ്സനേജ് പണിയാറായിരിക്കും, പൊളിഞ്ഞു കിടക്കുക. അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിറ്റേ ആഴ്ചയിലല്ലേ കാട്ടിപ്പോയി തടി വെട്ടി ചർച്ച ഹോൾ ഉണ്ടാക്കിയത് അല്ലേ? അതെ അതെ. സ്വതം ആ പുള്ളിയോട് പറഞ്ഞു, അങ്ങോട്ട് പോണ വഴി കുളിച്ചു പോക്കോളാം. അതെന്താ? പൈസ വേണ്ടല്ല, അവന്റെ സ്വഭാവം ദൈവത്തിനറിയാം. പിന്നെ പൊതുവെ പൊങ്ങച്ചക്കാരൻ. അതുകൊണ്ട് അവന്റെ വേണ്ടതേ ഉള്ളൂ, പൈസ വേണ്ടല്ല. ദൈവസഭയ്ക്ക് പൈസ വേണം. പക്ഷെ നിന്റെ പൈസ മേടിക്കുന്നെങ്കിൽ നിന്നെ സ്വർഗത്തിൽ എത്തിക്കണമല്ലോ, അല്ലേ? നീ അവിടെ പോകുന്നില്ല, പിന്നെ നിന്റെ പൈസ മേടിച്ച വഞ്ചനയല്ലേ? അതിൽ ചതിയല്ലേ? പോകാത്തവരുടെ പൈസ കൊണ്ട് വേണോ ദൈവവേല? പോകുന്നവരുടെ പൈസ കൊണ്ട് നടക്കുകയല്ലേ? പോകുന്നവരുടെ പൈസ കൊണ്ട് നടക്കുകയല്ലേ? നടക്കും, നടക്കും. വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ ഒരു ശതാധിപൻ പറയുന്നു, ഞാൻ ഏറിയ മുതൽ കൊടുത്ത് മേടിച്ചതാ. അപ്പൊ ഏറിയ മുതൽ കൊടുത്താൽ പലതും മേടിക്കാം. പക്ഷെ സ്വർഗത്തിൽ പൗരത്വം മേടിക്കാൻ പറ്റുകയില്ല.
സ്വർഗത്തിലെ പൗരത്വം മേടിക്കാനൊക്കെ. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗത്തിലെ പൗരത്വം മേടിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. ഉയരത്തിൽ നിന്ന് ജനിക്കണം, സ്വർഗത്തിൽ നിന്ന് ജനിക്കണം, വചനത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം, വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് തൃശൂർ പട്ടണത്തിൽ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു. പുതുതായി ജനിക്കുക. നിക്കോദിമോസ് ചോദിച്ചു, വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വരണോ? അല്ല. പിന്നെന്താ? മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്നെ ഉയർത്തും. കൊടിമരത്തേൽ സർപ്പത്തെ തൂക്കിയതുപോലെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ തൂക്കി. അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ രക്ഷിതാവിനെ കാണുക പാപി. രക്ഷിതാവിനെ കാണുക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂകുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂകുന്നു. രക്ഷിതാവിനെ കാണുക പാപി. രക്ഷിതാവിനെ കാണുക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂകുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂകുന്നു. ഉള്ളം നീ മുഴുവൻ തുറന്നു. ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാവേശുവിൻ കൈയിലേൽപ്പിക്കാതെ. തള്ളയാവേശുവിൻ കൈയിലേൽപ്പിക്കാതെ. ഉള്ളം നീ മുഴുവൻ തുറന്നു. ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാവേശുവിൻ കൈയിലേൽപ്പിക്കാതെ. തള്ളയാവേശുവിൻ കൈയിലേൽപ്പിക്കാതെ. രക്ഷിതാവിനെ കാണുക പാപി. രക്ഷിതാവിനെ കാണുക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂകുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂകുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. Praise the Lord. Praise the Lord. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തും. അങ്ങനെ ഉയർത്തി 2000 കൊല്ലമായി ഉയർത്തി. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുക. യേശുവിനെ പരസ്യമായി ഇന്ന് നിർത്തിയിരിക്കുക. ഇന്ന് നിർത്തിയിരിക്കുക. നീ ഏത് കുഴഞ്ഞു മറിഞ്ഞ വിഷയത്തിൽ അകപ്പെട്ട ആളാണെങ്കിലും ഒന്ന് നോക്കിയ വിടുവിക്കുന്ന ഒരു ശക്തി
ക്രൂശിൽ നിന്ന് പുറപ്പെടുന്നു പുറപ്പെടുന്നു പുറപ്പെടുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദൈവശക്തിയും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി ദൈവശക്തി. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. ആ ദൈവശക്തി ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ അനുഭവിക്കാം അനുഭവിക്കാം. ദൈവശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അനുഭവിക്കാമല്ലോ, അത് ശരീരത്തിൽ അറിയാമല്ലോ, അത് ആത്മാവിൽ അറിയാമല്ലോ, അത് മനസ്സിൽ അറിയാമല്ലോ. ഏതെങ്കിലും വിധത്തിൽ മനസ്സ് വ്യാകുലപ്പെട്ട് പല കാരണങ്ങളാൽ, പല കേൾവികളാൽ, പല കാഴ്ചകളാൽ, പല ഇൻഫർമേഷൻ കിട്ടിയിട്ട് മനസ്സ് തകർന്ന്, ചങ്ക് ഉടഞ്ഞ്, കണ്ണ് കുരുടായി, നാവ് തളർന്ന്, ആരാധിക്കാൻ മേലാതെ കൈ കെട്ടപ്പെട്ട് ഇന്ന് ഈ പന്തലിലിരിക്കുന്ന ആരാ നിന്റെ കെട്ട് ഇന്ന് രാത്രി ഈ വചനത്താൽ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങളൊരു പ്രസംഗം മാത്രം പ്രതീക്ഷിക്കരുത്. ഒരു പ്രവചനം ഇന്ന് രാത്രി ഞാൻ പറയുന്നു. ചില കേൾവികൾ നമ്മളെ തളർത്തും. ഒരു ഫോൺ വന്നാ 24 മണിക്കൂർ നമ്മുടെ ജീവൻ പോകും. ചാർജ് പോകും. അതാ ഞാൻ റീചാർജ് ചെയ്യുന്ന ബുക്ക് ഇറക്കാൻ കാരണം. ഒരു എഴുത്ത് കണ്ടെത്താൻ മതി. ഒരു എഴുത്ത് ഒരു മാസത്തേക്ക് നമ്മുടെ ചാർജ് പോകും. അങ്ങനെ ചിലത് കണ്ടു, ചിലത് കേട്ടു, മനസ്സ് തളർന്ന്, നാവ് കെട്ടപ്പെട്ടവനായി, കൈ കെട്ടപ്പെട്ടവനായി, ശുശ്രൂഷയ്ക്ക് പോലും താല്പര്യമില്ലാതെ തളർന്നിരിക്കുന്ന ചില വ്യക്തികളെ വചനത്തിന്റെ വാളയച്ച് ഇന്ന് രാത്രി കേട്ട് അഴിക്കട്ടെ. ജീസസ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? കൈവക്കണ്ട. എന്റെ പ്രസംഗം നല്ലതാണോ ചീത്തയാണോ എന്ന് ഇനിയിപ്പോ വിധി എഴുതണം. വേണ്ട. കാരണം പ്രസംഗം കുറച്ചിട്ട് ബൈബിൾ ക്ലാസ്സുകൾ എഴുത്തുക ഇനിയത്തെ എന്റെ മനസ്സിലെ സ്വപ്നം. ഉള്ള സത്യം പറയാം. അതുകൊണ്ട് ഇത് നല്ലതാണോ ചീത്തയാണെന്നുള്ളത് ഇനിയിപ്പോ വിഷയമല്ല. പക്ഷെ നിനക്കൊരു വിടുതൽ ഇന്ന് രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി മേടിച്ചോണ്ട് പോകണം. നിനക്കൊരു വിടുതൽ ഇന്ന് രാത്രി വെച്ചിട്ടുണ്ട്, മേടിച്ചോണ്ട് പോകണം. നിനക്ക് ഇന്ന് രാത്രി ഒരു വിടുതൽ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോകണം. അത് ഇന്ന് രാത്രി മേടിച്ചോണ്ട് പോകണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ ഓടുവാനുള്ള ഒരു ശക്തി ചിലരുടെ ദൈവം പറയാ. വചനം പറയുമ്പോ രോഗസൗഖ്യം ഉണ്ടാവുമോ? വചനം പറയുമ്പോ രോഗസൗഖ്യം ഉണ്ടാവുമോ? അനുഭവം ഉള്ളവരുടെ കൈ ഉയർത്തിപ്പിടിച്ചു. മതി. എനിക്ക് ഒരു 4 കൊല്ലം മുമ്പ് നെഞ്ചുവേദന. ഞാൻ ഒരുവിധപ്പെട്ട ആശുപത്രികളിലെല്ലാം പോയി. ഇവിടെ വെച്ച് സുഖമില്ലാതെ വന്നിട്ട് ഈ ഷാജു പാസ്റ്റർ കൂടെ എന്നെ ഈ തൃശ്ശൂർ ആശുപത്രി 2-3 പ്രാവശ്യം കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ രോഗം കണ്ടുപിടിക്കാതെ ഡോക്ടർ മുരളീധരൻ എടുത്തു പോയി.
ഡോക്ടർ മുരളീധരൻ പറഞ്ഞു ഉപദേശിമാരുടെ രോഗം സ്കാനിങ് തെളിയല്ല. രോഗമെന്ന് നിനക്ക് തോന്നുന്ന ചിലത് ഒരു ബന്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗമാണെന്ന് തോന്നി മാസങ്ങളായി നിന്നെ കുരുക്കിയിട്ടിരിക്കുന്ന കെട്ട ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. കരങ്ങളടിച്ച് ആരാധിച്ച് അതൊക്കെ ഏറ്റെടുക്കാൻ. Hallelujah. Oh Jesus. അതിവേഗം ഓടുന്ന വചനമയച്ച് ഇന്ന് ഇതിനകത്ത് ചിലരെ കർത്താവ് സ്പെഷ്യലായിട്ട് തൊടുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം. അത് ശരീരത്തിലും ആത്മാവിലും മനസ്സിലും അത് ഇന്ന് രാത്രി വെളിപ്പെടുന്നു. ശുശ്രൂഷയിൽ മടുത്തുപോയ ചിലരെ ഇന്ന് രാത്രി ആത്മാവ് വലിച്ചു പുറത്തിറക്കുക. ഇരട്ടി ശക്തിയോടെ, ഇരട്ടി പ്രകാശത്തോടെ, ഇരട്ടി ആവേശത്തോടെ ഓടുക. യേശുവിന്റെ നാമത്തിൽ ജയം. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു. അത് കൊർന്നല്യോസിന്റെ വീട്ടിൽ മാത്രമല്ല, നെല്ലിക്കുന്നത്ത് നടക്കും എന്ന് ഇന്ന് എപ്പം 9 മണി കഴിഞ്ഞിട്ട് അല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് പ്രസംഗ കുറിപ്പ് ഡയറിയാൽ എഴുതിയാൽ എന്തോ ഗുണം, കുറെ പുതിയ കുറിപ്പ് എഴുതിയാൽ എന്താ ഗുണം? അതിന്റെ മേൽ ഇന്ന് രാത്രി ഒരു തീ വീണാൽ, അതിന്റെ അകത്തിന്റെ രാത്രി കത്തിയാൽ, ക്രോസിന്റെ വചനം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയ. ഓ ജീസസ്, ഇന്ന് രാത്രിയിൽ ശാരീരികമായ വളരെ ഒരു നോർമൽ കാര്യമല്ല ഞാൻ പറയുന്നത്, വളരെ ബുദ്ധിമുട്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൊതിച്ചിരിക്കുന്നവർ ഒന്ന് കൈയുയർത്തി പിടിച്ച്. നിങ്ങൾ ഇന്ന് സാക്ഷി പറയാൻ ഇവിടെ സമയമില്ല. നിങ്ങൾക്ക് ഇന്ന് രാത്രി വിടുതല. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
എന്റെ ഉള്ളിൽ കർത്താവ് പ്രേരണ തരുന്നു. ഇതിനകത്തുനിന്ന് സുവിശേഷകന്മാർ എഴുന്നേൽക്കുന്നു, ഇതിനകത്തുനിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു. ഈ സഭയെ ദൈവം ആദിമകാല അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന വർഷമത്രേ ഈ വർഷം. വഴിവിട്ട പോക്കുകളിൽ നിന്ന്, വചനം വിട്ട പോക്കുകളിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ ഒരു ശേഷിപ്പിനെ മടക്കി വരുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ബൈബിൾ കോളേജുകളിലും പിള്ളേരില്ല. എന്താ കാര്യം? സഭ തണുത്തുപോയതുകൊണ്ട്. ആത്മവ്യാപാരം ഉണ്ടെങ്കിലേ പിള്ളേർ വേലക്കിറങ്ങുള്ളൂ. മടങ്ങി വന്നേ പറ്റൂ. വാവിട്ട് കരയണം, നിലവിളിക്കണം. കൊച്ചു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് വഴക്ക് പിടിച്ച് ജീവിതം കളയാതെ ഒരു മടങ്ങി വരവിന്റെ സമയം വന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ അഭിഷേകം പ്രാപിക്കാൻ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കാതെ? സ്തോത്രം ചെയ്ത് ആരാധിച്ചുകൊണ്ടിരുന്നു. വ്യത്യസ്തമായ ഒരു അനുഭവം രാത്രി ദൈവം തരും. വ്യത്യസ്തമായ ഒരു അനുഭവം തരും. ദർശനങ്ങളെ കാണും. നിങ്ങൾ വെളിപ്പാടുകൾ പ്രാപിക്കും. നിങ്ങളുടെ അകത്തൊരു എനർജി ഇന്ന് രാത്രി ദൈവം തരും. വചനം ധ്യാനിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഒരാത്മപ്രവാഹം ദൈവജനത്തിന്റെ മേൽ അയക്കുക. സ്തുതിക്കുന്നു. വീണ്ടും ജനനം എന്ന് പറയുന്നത് സ്നാനമല്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് സഭ മാറുന്നതല്ല, മീശ വടിക്കുന്നതല്ല, ഉടുപ്പ് വെള്ള നിറത്തിലിടുന്നതല്ല, തലമുടി പറ്റ വെട്ടുന്നതല്ല. ഇതെന്താ ഭാഷ ഇങ്ങനെ പറഞ്ഞു? എന്റെ പ്രിയപ്പെട്ടവരെ, ബാഹ്യമായ കാര്യങ്ങളൊക്കെ അകത്തെ ചലനം കൊണ്ടുണ്ടായതാണ്. അകത്ത് വലിയ ചലനം ഉണ്ടായപ്പോ ഏറ്റവും സിമ്പിൾ ഡ്രസ് മതിയെന്ന് തോന്നി. അതാ കാര്യം. മുടിയുടെ സ്റ്റൈൽ അങ്ങ് നിർത്തി ഇതിങ്ങനെ വെട്ടിയാ പിന്നെ ചീപ്പ് വേണ്ടല്ലോ. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അകത്ത് ചലനമില്ലാതെ മുടി വെട്ടിയോണ്ട് കാര്യമുണ്ട്. അപ്പൊ വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ അകത്ത് നടക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് വിവരിക്കണം. യെശയ്യാ പ്രവചനത്തിൽ ചെന്നായി കുഞ്ഞാടിന്റെ കൂടെ കിടക്കുന്ന ഒരു വീട്ടില് അതെങ്ങനെ സാധിക്കും? ചെന്നായി കുഞ്ഞാടിന്റെ കൂടെ കിടക്കണമെങ്കിൽ കുഞ്ഞാടിനാണ് മാറ്റം പറഞ്ഞത്, ചെന്നായിക്കാണ് മാറ്റം പറഞ്ഞത്. ചെന്നായിക്ക് മാറ്റം പറഞ്ഞു. ചെന്നായിക്ക് മാറ്റം വന്നു എന്നുള്ള കാര്യം കുഞ്ഞാടിനോട് തോന്നണം. അതിനായി ഉടുപ്പ് മാറും. എന്നാ മാറ്റം വന്നാലും ആ പഴയ ഉടുപ്പാണ് ആട്ടുകുട്ടി അടുത്തോട്ട് വരിക. അതിനായി പുറമെ ഒരു ഷേപ്പ്. ഇത് ഉടുപ്പൊക്കെ മാറിയിട്ട് അടുത്ത് വരുമ്പോ ചതായാണേലും പൊന്നെ അതല്ലേ ഇപ്പൊ ചതിയായിട്ട് വന്നിരിക്കുന്നത്. ആടിന്റെ ഉടുപ്പായിട്ടിരിക്കുന്നത്. ആടിന്റെ ഉടുപ്പായിട്ടിരിക്കും. പല്ല് മാറിയിട്ടില്ല, പല്ല് പഴയത്, നഖം അത്. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയുടെ കൂടെ കിടക്കും. 3 ദിവസം ഉപവാസം വെച്ചാലും കോലാട്ടുകുട്ടി പറയും ഞാൻ പോരുന്നില്ല.
പുള്ളിപ്പരുടെ കൂടെ ഞാൻ. പിന്നെ പുള്ളിപ്പുലി ചെന്ന് ഈ ആട്ടുമുടി ഇടയ്ക്ക് ചെന്ന് പറയണം, ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇനി അങ്ങനെ ചെയ്യത്തില്ല, അതെന്നെ ചെയ്യാതെ തന്നെ എനിക്കിനി പറ്റത്തില്ല. എവിടെയാ മാറ്റം വന്ന? മീശ പഠിച്ചു. മീശയൊന്നും പഠിച്ചതല്ല, നഖം പറിച്ചു കളഞ്ഞു. അതുമല്ല, എന്റെ അകത്തൊരു മാറ്റം വന്നു. ഇപ്പൊ ഈ മട്ടൻ ഇഷ്ടമല്ല. ഇതാ മാറ്റം. ഇതാ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഷാപ്പിൽ പോയി കള്ളു കുടിക്കരുത്, ഇച്ചിരിച്ച വീട്ടിലിരുന്ന് കുടിക്കാം. അതാണോ? ഈ സാധനം ഇഷ്ടമല്ലാതെ ഒരു സംഭവം അകത്ത് വരും. തലയെ കൊണ്ട് ഒഴിച്ചാലും കുടിക്കരുത്. ഞാൻ വീണ്ടും ജനിച്ചോണ്ട കാര്യം പറയാം. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞത് അവൻ വീഞ്ഞു മദ്യവും കുടിക്കാൻ നോക്കണം എന്നല്ല, കുടിക്കല. അതെന്താ? ഈ ഇഷ്ടം എന്ന് പറയുന്ന സാധനം എവിടെയായിരിക്കുന്നു പറയാമോ? ഇവിടെയാണോ? എവിടെയാണെന്ന് അറിയത്തില്ല. അവിടെയാണ് ഈ മാറ്റം. അവിടെയാ മാറ്റം. വീണ്ടും ജനനത്താൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ മാറ്റം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറി, നിങ്ങളുടെ രുചികൾ മാറി, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ മാറി, നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറി, നിങ്ങളുടെ ഭാവനകൾ മാറി, നിങ്ങളുടെ താല്പര്യങ്ങൾ മാറി. അങ്ങനെ നമ്മൾ ഫിലിപ്പിയർ 3 കയറി ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ചാടിയ പൗലോസ് പറയാ, എനിക്ക് പണ്ട് ഇഷ്ടമുള്ളായിരുന്നു ഒക്കെ ഇപ്പൊ ഇഷ്ടമില്ലണ്ടായി, പണ്ട് ലാഭമായിരുന്നു ഒക്കെ ഇപ്പം ഛേദമെന്നുണ്ടോ. എന്തിനാ? യേശുവിനെ അറിഞ്ഞതുകൊണ്ട്. സ്തുതിക്കുന്നു. ഈ മാറ്റം ഓപ്പറേഷൻ കൊണ്ട് നടക്കത്തില്ല. ഇപ്പൊ ഹാർട്ട് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയുണ്ട്. സ്വഭാവം മാറുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കണ്ണ് മാറ്റി വെക്കുന്നു, ചെവി മാറ്റി വെക്കുന്നു, കാല് മാറ്റി വെക്കുന്നു, ലിവർ മാറ്റി വെക്കുന്നു. നമ്മളെ ആളുകളോടുള്ള സ്നേഹം കൊണ്ട് കരളേന്ന് വിളിക്കും. അപ്പൊ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവന്റെ കരളാന്നൊക്കെ തോന്നും. വെറുതെ കരൾ മാറ്റി വെച്ചാലും ആള് പഴയത്. അപ്പൊ ഒരാളെ മാറ്റുന്നത് മെഡിക്കൽ സയൻസിന് പറ്റത്തില്ല. ഒരാളെ മാറ്റാൻ മെഡിക്കൽ സയൻസിന് പറ്റത്തില്ല. അതിന് സുവിശേഷത്താൽ മാത്രമേ പറ്റൂ. എനിക്ക് അതിയായ സന്തോഷം. കാരണം ഇങ്ങനെ മനുഷ്യനെ മാറ്റുന്ന ഒരു പുസ്തകം നിന്റെ കയ്യിൽ കിട്ടിയില്ലേ? ഇങ്ങനെ മനുഷ്യനെ മാറ്റുന്ന ഒരു ജോലി നിനക്ക് കിട്ടിയില്ലേ? ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര സന്തോഷം. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതുപോലെ മനുഷ്യനെ മാറ്റുന്ന ഒരു സംഭവം എന്നെ മാറ്റും. ആ വ്യക്തികൾക്ക് വരുന്നത് ഈ 1 or 2 കപടഭക്തരുണ്ടെന്നുള്ളത് വിട്. സുവിശേഷം മനുഷ്യനിൽ വരുത്തിയ മാറ്റം കണ്ടാൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ ആരാധിക്കാതിരിക്കും, എങ്ങനെ തള്ളിച്ചാടാതിരിക്കും? ഇങ്ങനെ മാറ്റം വന്നവരുടെ ആ പൗരത്വ സ്വർഗത്തിലാകുന്നു. അവരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനെ സന്തോഷിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് പിന്നെ എന്തുവാ? അതിനോട് പിന്നെ ബന്ധപ്പെട്ടുള്ളത് മനോഭാവം. ഇന്നത്തെ അന്തരീക്ഷത്തിൽ ഇനി വായിപ്പിക്കുന്നില്ല. ഫിലിപ്പിയർ 2:5 ക്രിസ്തുയേശുവിലുള്ള അതേ മനോഭാവം തന്നെ. 1 ജനനം, 2 മനോഭാവം, 3 ആരാധന. ഫിലിപ്പിയ ലേഖനം 3 ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അത്രയും പറയുന്നുള്ളൂ. ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല. അല്പനേരം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുക. 1 ജനനം, 2 മനോഭാവം, 3 ആരാധന അഥവാ ഇൻട്രസ്റ്റ്.
ഒരു മനുഷ്യന്റെ ഇൻട്രസ്റ്റ് ആണ് അവന്റെ ആരാധന കാണിക്കുന്നത്. ആരാധന, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നതിനെ കുറിച്ച് 3 പരാമർശമാണ് പുതിയ നിയമത്തിൽ ഞാൻ കണ്ടത്. ഒന്ന്, യോഹന്നാൻ 4:24. പെട്ടെന്ന് വായിക്കാവോ ദേവദാസനെ? ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവിലും സത്യത്തിലുള്ള ആരാധന. റോമർ 1:10. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നുവെന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. എന്റെ ആത്മാവ്. അപ്പൊ നമ്മുടെ ആത്മാവ് ആരാധനയിൽ ലയിച്ചു ചേരുന്നതാണ് ആത്മാവിൽ ആരാധിക്കുന്നതിന്റെ ഒരു സ്റ്റെപ്പ്. എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ വാവട്ട് ഗ്ലോറി ഗ്ലോറി എന്ന് പറയുന്നത് അല്ലെന്നല്ല, നമ്മുടെ സ്പിരിറ്റ് അതിൽ കയറണം. ആരാധനയ്ക്കകത്തോട്ട് നമ്മുടെ ശരീരം കയറിയാ പോരാ, മനസ്സ് കയറിയാ പോരാ, ആത്മാവും കൂടെ കലരണം. എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ഓക്കെ, നമ്മുടെ ആത്മാവിൽ കിടക്കുക. സത്യത്തിലും ആത്മാവിലും എന്ന് പറഞ്ഞാൽ പരമാർത്ഥതയുള്ള, കപടതയില്ലാത്ത ആരാധന, അഭിനയമില്ലാത്ത, വെച്ചുകെട്ടി. ഇതൊക്കെ പറഞ്ഞാൽ ഇച്ചിരി എല്ലാം തുറന്ന് പറയാതെ പറ്റത്തില്ല. ഈ ആരാധിപ്പിക്കുക എന്ന് പറയുന്ന ആ പരിപാടി പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല, ആരാധിപ്പിക്കുക. ഞാനൊരു വെളിരാജ്യത്ത് യോഗത്തിന് ചെന്നപ്പോൾ എന്നെ ഒരാളെ പരിചയപ്പെടുത്താൻ, അദ്ദേഹത്തെ അറിയാവോ? ഞാൻ പറഞ്ഞില്ല. നന്നായിട്ട് ആരാധിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ മാറ്റി നിർത്തി പുള്ളിയെ കേൾക്കാതെ ചോദിച്ചു, പുള്ളി ആരാധിക്കുമോ? അതറിയില്ലെന്ന്. നന്നായിട്ട് ആരാധിപ്പിക്കുക. ദൈവമേ, എവിടെ ചെന്നു ഇത്? ഈ പുള്ളി തൊഴിലാക്കിയിരിക്കുക, ആളുകളെ ചാടിക്കുക. അതിന് ടെക്നിക്കുകളുണ്ട്, എല്ലാം പൊതി പറയാൻ പാടില്ല. ഈ കീബോർഡിൽ ഇതിന്റെ എല്ലാ പരിപാടിയുണ്ട്. ഇവരില്ല, ഇവരിക്കുമ്പോ അറിയല്ലേ ഞാൻ. ഇങ്ങനെയൊക്കെ പുള്ളികൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ആരാധിപ്പിക്കുക, എക്കോ കൂട്ടുക, മുഴക്കം സൃഷ്ടിക്കുക, വൈബ്രേഷൻ ഉണ്ടാക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ലത്, അത് ഇലക്ട്രോണിക് പവറാണ്. അവിടെ ഉള്ള ദൈവ സാന്നിധ്യം കൂടെ പോകും. പിന്നെ കീബോർഡ് വേണം. നിങ്ങൾ ഉഴപ്പല്ലേ കേട്ടോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതായത് നമുക്ക് താളമില്ല, ഇല്ലെന്ന്. പെന്തിക്കോസുകാരായി നമുക്ക് താളം ഉള്ള ഒരു കുറവാണ്. ഇപ്പോഴാ ഇച്ചിരി കഴിവുള്ള പിള്ളേരൊക്കെ കയറി വന്നത്. നമ്മൾ ചുമ്മാ കൈയടിക്കും, മൊത്തം തെറ്റിച്ചാ അടിക്കുന്നത്. അപ്പൊ ഈ ഡ്രമ്മ് കൊണ്ടാണ് ഇത് താളം ശരിയാക്കുക. ഒരു ഡ്രമ്മുണ്ട് 500 പേരെ പിടിച്ചു നിർത്താം. ഇപ്പൊ ആ ഡ്രമ്മെല്ലാം പോയി, കീബോർഡ് വന്നു. ഇവൻ ആളുമെടുക്കനാ, ആളുകളെ ഒരു താളത്തിൽ നിർത്തും. നല്ലതാ, ഒരു ഐക്യത കിട്ടാനാണ് കൊയർ നമ്മെ സഹായിക്കുന്നത്. പക്ഷെ അഭിഷേകത്തിലൂടെ അല്ല വരുന്നത്, അഭിഷേകം മുകളിൽ നിന്ന് വരണം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ വർഷിപ്പ് ലീഡറുടെ മേൽ പതിഞ്ഞു എന്നല്ല, ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഇന്ന് നെല്ലിക്കുന്ന് കൺവെൻഷനിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ആ നാവ് പതിയട്ടെ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഇന്ന് രാത്രി ഇവിടെ വന്ന എല്ലാവരുടെയും മേൽ പകരണം, എല്ലാവരുടെ മേലെ ഇറങ്ങി വരണം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മേൽ ഇന്ന് ഒരു അഗ്നിയുടെ ഇടപെടൽ ഉണ്ടാകണം, ഒരു അഭിഷേകത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം, ഒരു ഉയരത്തിലെ ശക്തിയുടെ സ്പർശനം നമ്മുടെ മേൽ ഉണ്ടാകണം. അപ്പോ 3-ാമത്തെ വാക്ക് ഫിലിപ്പിയ ലേഖനത്തിലാണ്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അതെന്തുവാ? 1 കൊരിന്ത്യർ 14:14. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അടുത്ത വാക്യം, ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പൊ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. വായിച്ചോ. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും. അന്യഭാഷയിൽ പാടും. അടുത്ത ബുദ്ധി കൊണ്ടും പാടും. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ. അന്യഭാഷയിൽ സ്തോത്രം ചെയ്യും. അന്യഭാഷയിൽ പാടാം, പ്രാർത്ഥിക്കാം, ആരാധിക്കാം.
ദൈവത്തോട് സംസാരിക്കാം, പ്രവചിക്കാം. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാ ഇത് തന്നത്. ഇത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ 90% ആളുകൾ ഭയമുള്ളവരാണ്. പരിശുദ്ധാത്മാവിനോട് കളിക്കാൻ പേടിയുണ്ട് ആളുകൾക്ക്. അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന സഭയിൽ പത്രോസും കൂട്ടരും അഭിഷേകത്താൽ നിറഞ്ഞു നിന്നപ്പോൾ വസ്തു വിറ്റിട്ട് വ്യാജം പറഞ്ഞവൻ അവിടെ വീണു. അങ്ങനെ ഒരു അഭിഷേകം വെളിപ്പെട്ടാൽ വ്യാജന്മാർ ഔട്ടാവും. അവന്റെ പൈസ കാണും, പക്ഷെ അവന് ദൈവസഭ നിൽക്കാൻ ഒക്കുകയില്ല. അവന്റെ അഭ്യാസം ഒന്നും ദൈവസഭ നടക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഒരു അഭിഷേകത്തിന്റെ ജ്വലനം, ഒരു കത്തുന്ന അനുഭവം ഈ കൺവെൻഷനിൽ വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. പൗരത്വമുണ്ടെങ്കിൽ മനോഭാവം മാറും. ആരാധിക്കാൻ പോവുക. അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് ഫിനിഷ് ചെയ്യാം. പൗരത്വം സ്വർഗീയമായാൽ സ്വഭാവം സ്വർഗീയമായിക്കൊണ്ടിരിക്കും. അതാ മനോഭാവം എന്ന് പറയുന്നത്. മനോഭാവം മാറിക്കൊണ്ടിരിക്കും. സ്തോത്രം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. എവിടേക്ക് പോകാൻ പോകുന്നു അവിടുത്തെ കൾച്ചർ പഠിക്കണ്ടേ? അവിടുത്തെ പൗരത്വം ഉണ്ടായെങ്കിൽ ഇവിടുത്തെ സ്വഭാവം കളയണം. സ്തോത്രം. ഈ കൺവെൻഷൻ കൊണ്ട് എന്താ ഉണ്ടാകേണ്ടത്? ഈ മീറ്റിംഗ് കൊണ്ട് എന്താ ഉണ്ടാകേണ്ടത്? എന്റെ പൊന്നു കർത്താവേ, എന്നിലൊരു മാറ്റം വരുത്തണം ഒന്ന് പ്രാർത്ഥിച്ചേ. മനോഭാവം മാറുന്നു, ആരാധന മാറുന്നു, ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വരും. ദൈവരാജ്യം സ്വർഗം ഇവിടെ വരും. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് സ്വർഗീയ പൗരത്വം ഉള്ളവർക്ക് ആ സ്വർഗത്തിന്റെ ടേസ്റ്റ്, സ്വർഗത്തിന്റെ പവർ, സ്വർഗത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാനൊന്ന് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചേ. നമ്മൾ വെറുതെ പോകണ്ട. ദൈവത്തിന്റെ നദി വെള്ളം നിറഞ്ഞിരിക്കുക. ഈ പുറകിലത്തെ അറ്റത്ത് വരെ ഇന്ന് രാത്രിയിൽ ഒരു ആത്മസാന്നിധ്യം ഇറങ്ങുക. ദൈവത്തിന്റെ തീ ഇവിടെ കത്തും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിശാച് നാളുകളായി കെട്ടിവെച്ച ചിലത് ഇന്ന് ഇടിഞ്ഞു പോകും. ചില കോട്ടകൾ ഇന്ന് തകരും. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം മറക്കാനാവാത്ത പോലെ ഇവിടെ ഇറങ്ങും. പ്രാർത്ഥിച്ചോ, വായ തുറന്ന് പ്രാർത്ഥിച്ചോ. പരിശുദ്ധ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ജനനം എന്ന അനുഭവം ആഴത്തിൽ പ്രാപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കാൽവരിയെ നോക്കുവാൻ, രക്ഷകനെ കാണുവാൻ, പാപവഴികളെ വിടുവാൻ ദൈവാത്മാവ് ഇടപെടണമേ. ജീവിതത്തിൽ പരിവർത്തനം വന്നിട്ട്, സ്വഭാവത്തിന് മാറ്റം വന്നിട്ട്, ആത്മാവ് കൊണ്ട് ആരാധിച്ച് ആ പൗരത്വം ഉറപ്പിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാനെന്ന പാട്ട് ചേർന്ന് പാടാൻ പോവാ. അതിനു മുമ്പ് ഈ കൂട്ടത്തിൽ റോഡിലോ വഴിയിലോ പരിസരത്ത് എവിടെയെങ്കിലും ഈ പൗരത്വം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ടും വിശ്വാസികളുടെ കൂട്ടം ആയതുകൊണ്ടും അത് പറയാതെ വിടുന്ന ശരിയൊന്നുമല്ല. അതുകൊണ്ട് ചോദിക്കുക, യഥാർത്ഥത്തിൽ സ്വർഗീയ പൗരത്വം പ്രാപിക്കാത്ത ആരാ ഇന്ന് രാത്രി ഇവിടെയുള്ള? സ്വർഗത്തിൽ പൗരത്വം കൊടുക്കുന്നുണ്ട് കേട്ടോ, പൗരത്വം കൊടുക്കുന്നുണ്ട്. ഇന്ന് രാത്രി സ്വീകരിക്കാൻ നിസ്സാരമാണ്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷകന്റെ നാദനമായി സ്വീകരിച്ച് വാവുകൊണ്ട് ഏറ്റു പറയുക സിമ്പിളാ.
അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പരിവർത്തനമാണ് വീണ്ടും ചെല്ലണം. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പറയുക, യേശുവേ, അങ്ങയുടെ വചനം ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയെ ഞാൻ ഇന്ന് രാത്രി എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, വചനമനുസരിച്ച് ജീവിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.